നമസ്കാരം. കളിക്കാനറിയാവുന്ന നാറിയ കളികളൊക്കെ കളിച്ചിട്ടും രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനായില്ല. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലെ കരൺപൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപേന്ദർ സിംഗ് വിജയിച്ചു. സിംഗിന്റെ വിജയം സ്ഥിരീകരിച്ച് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പോസ്റ്റ് ചെയ്തു. കരൺപൂരിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപീന്ദർ സിംഗ് കുന്നാറിന് ഊഷ്മളമായ അഭിനന്ദനങ്ങളും ആശംസകളും അദ്ദേഹം നേർന്നു. ഈ വിജയം കുന്നാറിന്റെ പൊതുസേവനത്തോടുള്ള അർപ്പണബോധത്തിന്റെ തെളിവാണ് എന്നും ഗെഹ്ലോട്ട് എക്സിൽ കുറിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ മന്ത്രിയാക്കിക്കൊണ്ട് പെരുമാറ്റച്ചട്ടവും ധാർമ്മിക മാനദണ്ഡങ്ങളും ലംഘിച്ച ബി.ജെ.പിക്ക് പൊതുജനങ്ങൾ വിലപ്പെട്ട പാഠം പകർന്നു നൽകിയെന്നും ഗെഹ്ലോട്ട് കൂട്ടിച്ചേർത്തു. കരൺപൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപീന്ദർ സിംഗ് കുന്നാർ വിജയിച്ചത് രാജസ്ഥാൻ കോൺഗ്രസിന് ആത്മവിശ്വാസം പകർന്നു. ബി.ജെ.പിയുടെ സുരേന്ദർ പാൽ സിംഗിനെയാണ് രൂപീന്ദർ പരാജയപ്പെടുത്തിയത്. കോൺഗ്രസിന്റെ രൂപീന്ദർ സിംഗ് 90,098 വോട്ടുകൾ നേടി 11,284 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കരൺപൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആയതിനു ശേഷം ഡിസംബർ 30 നടന്ന ഭജൻലാൽ സർക്കാരിന്റെ സമീപകാല മന്ത്രിസഭാ വിപുലീകരണത്തിൽ സുരേന്ദർ പാൽ സിംഗ് മന്ത്രിയായി നിയമിതനായതിനെയാണ് അശോക് ഗെഹ്ലോട്ട് നിശിതമായി വിമർശിച്ചത്. മത്സരിക്കുന്നത് മന്ത്രിയാണെന്ന് വരുത്തി തീർത്ത് തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കുന്നതോടൊപ്പം മന്ത്രി പദവിയിൽ നിന്ന് സ്ഥാനാർത്ഥിക്ക് നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി വോട്ട് നേടാനുള്ള സൗകര്യവുമാണ് ബി.ജെ.പി. ഒരുക്കിയത്. അതെല്ലാം കാറ്റിൽ പറത്തിയാണ് പരേതനായ മുൻ സ്ഥാനാർത്ഥി ഗുർമീത് സിംഗിന്റെ മകൻ രൂപീന്ദർ പിതാവിന്റെ സീറ്റ് നിലനിർത്തിയത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരിക്കെ സുരേന്ദർ പാൽ സിംഗ് മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പരാതി ഉന്നയിച്ചിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗുർമീത് സിംഗിന്റെ അകാല വിയോഗത്തെ തുടർന്നാണ് കരൺപൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. രാജസ്ഥാനിലെ നവംബർ 25 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 200 സീറ്റുകളിൽ 199 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രം ശേഷിക്കെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗുർമീത് മരണപ്പെട്ടത്. സഹതാപ വോട്ടുകൾ ലക്ഷ്യമിട്ട് അദ്ദേഹത്തിന്റെ മകൻ രൂപീന്ദർ സിംഗിനെ കരൺപൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഫലം കണ്ടു. രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 199-ൽ 115 സീറ്റുകൾ നേടി ബി.ജെ.പി. വിജയിച്ചപ്പോൾ ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസിന് 69 സീറ്റുകളെ നേടാനായുള്ളൂ. രൂപീന്ദറിന്റെ വിജയത്തോടെ കോൺഗ്രസ് സീറ്റ് നില 70ലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഈ ജയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഉയർത്തുമെന്നുറപ്പ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പരിവർത്തിപ്പിക്കാൻ കഴിയാത്തതിന്റെ പോരായ്മ കൂടി നികത്താനായാൽ രാജസ്ഥാനിൽ നിന്നും ഇത്തവണ കൂടുതൽ കോൺഗ്രസ് എം.പിമാരുണ്ടാവുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം വെച്ചു പുലർത്തുന്നത്. അതിന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉത്തേജനം നൽകുമെന്നുറപ്പ്.